യേശുവിൻ പിന്നിലെ പോകും ഞങ്ങൾ, ജയത്തിൻ ഗീതം പാടിമുതാ. മൃത്യുവെ വെന്ന കർത്തൻ നമ്മെ നിത്യതയെത്തുവോളം നടത്തിയിടും. മൃത്യുവെ വെന്ന കർത്തൻ നമ്മെ നിത്യതയെത്തുവോളം നടത്തിയിടും. പാടിടാം ജയ ജയ, പാടിടാം ജയ ജയ, പാടിടാം ജയ ജയ, പാടിടാം ജയ ജയ. നമ്മുടെ നാഥൻ ജീവിക്കുന്നു, നമ്മുടെ നാഥൻ ജീവിക്കുന്നു. സത്യവും ജീവ മാർഗവുമാ ക്രിസ്തുവിൽ നമ്മൾ ധന്യരല്ലോ. സത്യവും ജീവ മാർഗവുമാ ക്രിസ്തുവിൽ നമ്മൾ ധന്യരല്ലോ. നിത്യ സന്തോഷ അത്യധികം മധ്യയിൽ നമ്മൾക്കെല്ലാവർക്കുമില്ല. നിത്യ സന്തോഷ അത്യധികം മധ്യയിൽ നമ്മൾക്കെല്ലാവർക്കുമില്ല. പാടിടാം ജയ ജയ, പാടിടാം ജയ ജയ, പാടിടാം ജയ ജയ, പാടിടാം ജയ ജയ. നമ്മുടെ നാഥൻ ജീവിക്കുന്നു, നമ്മുടെ നാഥൻ ജീവിക്കുന്നു. നിസ്തുല സ്നേഹ നിത്യബന്ധം ക്രിസ്തുവിലുണ്ട് വാസ്തവമാ. നിസ്തുല സ്നേഹ നിത്യബന്ധം ക്രിസ്തുവിലുണ്ട് വാസ്തവമാ. ആപത്തോ പാടോ മൃത്യുവിനോ ഈ ബന്ധം നീക്കിടുവാൻ സാധ്യമല്ല. ആപത്തോ പാടോ മൃത്യുവിനോ ഈ ബന്ധം നീക്കിടുവാൻ സാധ്യമല്ല. പാടിടാം ജയ ജയ, പാടിടാം ജയ ജയ, പാടിടാം ജയ ജയ, പാടിടാം ജയ ജയ. നമ്മുടെ നാഥൻ ജീവിക്കുന്നു, നമ്മുടെ നാഥൻ ജീവിക്കുന്നു. മഹത്വരാജൻ യേശുനാഥൻ മണ്ണിൽ വന്നിടും നാളടുത്തു. മഹത്വരാജൻ യേശുനാഥൻ മണ്ണിൽ വന്നിടും നാളടുത്തു. ഉടരം നാമം ധരിച്ചിടാം, അവന്റെ വേല മണ്ണിൽ തികച്ചിടാം. ഉടരം നാമം ധരിച്ചിടാം, അവന്റെ വേല മണ്ണിൽ തികച്ചിടാം. പാടിടാം ജയ ജയ, പാടിടാം ജയ ജയ, പാടിടാം ജയ ജയ, പാടിടാം ജയ ജയ. നമ്മുടെ നാഥൻ ജീവിക്കുന്നു, നമ്മുടെ നാഥൻ ജീവിക്കുന്നു. ഇനി അല്പനേരത്തെ ചിന്തയ്ക്ക് വേണ്ടി നമുക്ക് ഉൽപ്പത്തി പുസ്തകം അതിന്റെ 6-ാം അധ്യായം അതിന്റെ 8-9 വായിക്കാം. For the meditation is turned to scripture, book of Genesis chapter 6. നാം ഇവിടെ വായിക്കുന്നത് എന്നാൽ നോഹയ്ക്ക് യഹോവയുടെ കൃപ ലഭിച്ചു എന്നാണെന്ന് വായിക്കുന്നത്. Verse 8.
But Noah found grace in the eyes of the Lord. അതുപോലെ തന്നെ അതിന്റെ ഒമ്പതാമത്തെ വാക്യത്തിൽ വായിക്കുന്നത് നോഹ ദൈവത്തോടു കൂടെ നടന്നു എന്ന് വായിക്കുന്നു. And in verse 9 we see that Noah walked with God. ഇവിടെ വായിക്കുന്നത് നോഹയ്ക്ക് ദൈവത്തിന്റെ കൃപ ലഭിച്ചു എന്നുള്ളതാണ്. Here we read Noah found grace in the eyes of the Lord. നോഹയ്ക്കും കുടുംബത്തിനും ദൈവത്തിന്റെ കൃപ ലഭിച്ചു എന്നല്ല ഇവിടെ പറഞ്ഞിരിക്കുന്നത്. So it's not written Noah and his family found grace in the eyes of the Lord. അപ്പോൾ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ കൃപ ലഭിച്ചാൽ ആ ദൈവത്തിന്റെ കൃപ ആ വ്യക്തിയെ ചുറ്റിപ്പറ്റി നിൽക്കുന്നതായിരിക്കുന്ന വ്യക്തികളിൽ കാണുവാനായിട്ട് കഴിയും എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. If one person finds grace in the eyes of the Lord, then all the people surrounding that person also take part in that grace. എന്റെ ജീവിതത്തിൽ ദൈവത്തിന്റെ കൃപ ലഭിച്ചാൽ ആ കൃപ എന്റെ മക്കളിലേക്കും അല്ലെങ്കിൽ എന്റെ കുടുംബത്തിലേക്കും പകരും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. So we see here that if one person finds grace in the Lord, that person's family also finds grace. ഒന്നാമതായിട്ട് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. We can understand this from our family. അതുപോലെ തന്നെ നമ്മുടെ കുടുംബത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയും. We can see this in our lives as well. എന്ന് വെച്ചാൽ നമ്മുടെ ഭാര്യയുടെ ജീവിതത്തിൽ, In the life of our wife, അതുപോലെ തന്നെ മക്കളിൽ, similarly the children, അതുപോലെ തന്നെ മരുമക്കളിൽ അല്ലെങ്കിൽ ആ ഭവനത്തിൽ മറ്റാരെങ്കിലും ഉണ്ടോ അവരെയൊക്കെ അവരുടെ ജീവിതത്തിൽ കാണുവാനായിട്ട് കഴിയും. whoever is associated with us, they will experience certain amount of grace. അല്ലെങ്കിൽ നാം ആയിരിക്കുന്ന ജോലി സ്ഥലത്തും അവിടെയും അത് മറ്റുള്ളവരിലേക്ക് പകരും എന്നുള്ളത് യാതൊരു സംശയമില്ല. Even in our workplace, it would be spread to people surrounding us. അപ്പോൾ നമ്മുടെ നോഹയുടെ ജീവിതത്തിൽ വാസ്തവമായിട്ട് ദൈവത്തിന്റെ കൃപ ഉണ്ടായിരുന്നു എന്ന് നമുക്ക് എങ്ങനെ മനസ്സിലാക്കുവാനായിട്ട് കഴിയും? How can we understand how Noah found grace in the eyes of the Lord? അതിന്റെ 7-ാം അധ്യായം അതിന്റെ 13-ാമത്തെ വാക്യത്തിൽ സമയമില്ലാത്തതുകൊണ്ട് നമുക്ക് വായിക്കണ്ട. അവിടെ നമ്മൾ വായിക്കുന്നത് അവിടെ ദൈവം കൽപ്പിച്ചതുപോലെ തന്നെ ജലപ്രളയം ഉണ്ടായപ്പോൾ നോഹയുടെ ഭവനത്തിലുള്ളതായിരിക്കുന്ന എല്ലാ വ്യക്തികളും പെട്ടകത്തിൽ കയറി എന്ന് നമുക്കവിടെ കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. One proof we see in chapter 7 verse 13 that all members of Noah's family, his 3 sons, his wife and the 3 wives of his sons, all of them entered the ark. അപ്പോൾ ഞാൻ ചിന്തിക്കുന്നത് ഈ നോഹ തന്റെ ഭവനത്തിലും മറ്റ് എല്ലാ സ്ഥലങ്ങളിലും വളരെ മാതൃകയോടുകൂടി ജീവിച്ചിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത്. One thing we can understand is that Noah lived as an example in that place. താനൊരു ഭാര്യയുടെ ഭർത്താവാണ്. He is the husband of a wife. അതുപോലെ തന്നെ അവൻ ഒരു പിതാവാണ്. He is a father of 3 sons. അതുപോലെ തന്നെ താൻ ഒരു അമ്മായിയപ്പനാണ്. He is also a father-in-law. മാത്രമല്ല നാം നോഹയുടെ ജീവിതത്തിലേക്ക് നോക്കുമ്പോൾ അവൻ നല്ല ഒരു കോൺട്രാക്ടർ ആണ് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. And he has also proved that he can take up a contract work. അതുപോലെ തന്നെ നല്ലൊരു സുവിശേഷകനാണ്. He is also a preacher. ഇങ്ങനെയുള്ളതായിരിക്കുന്ന എല്ലാ ഗുണങ്ങളും നമുക്ക് ഈ ദൈവത്തിന്റെ കൃപ ലഭിച്ചതായിരിക്കുന്ന നോഹയിൽ കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. All of these grace we find in Noah. അപ്പോൾ ദൈവത്തിന്റെ കൃപ ലഭിച്ചതായിരിക്കുന്ന ഒരു വ്യക്തിയുടെ പ്രത്യേകത എന്നുള്ളത് ആ വ്യക്തി തന്നെത്താൻ പാപത്തിൽ വീഴാതെ സൂക്ഷിച്ച് ജീവിക്കുമെന്നുള്ളതാണ്. So a specialty of a person who has found grace is that he will be careful not to fall into sin. നാം അതിന്റെ 6-ാം അധ്യായം അതിന്റെ 5-ാമത്തെ വാക്യത്തിൽ വായിക്കുന്ന അവിടെ എപ്പോൾ എല്ലായിടത്തും അതിക്രമം കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യമായിരുന്നു അപ്പോൾ ഉള്ളത്. The circumstance of Noah we read in chapter 6 verse 5 that the Lord saw the wickedness of man was great in the earth. അതുപോലെ തന്നെ നാം അവരുടെ അയൽവാസിയിലേക്ക് നോക്കുകയാണെങ്കിൽ If you look at the neighbors of Noah, അവിടെയും അകൃത്യം, there is all sin there. അതുപോലെ തന്നെ അവരുടെ ബന്ധുക്കളിലേക്ക് നോക്കുകയാണെങ്കിൽ അവിടെയും അകൃത്യമാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. The community, the members of the community, their intents and thoughts are evil. അതുപോലെ തന്നെ അവർ ആ ജോലി ചെയ്യുന്നതായിരിക്കുന്ന സ്ഥലത്ത് നോക്കുകയാണെങ്കിൽ അവിടെയും ഇത് തന്നെയാണ് കാണുവാനായിട്ട് കഴിയുന്നത്. In the marketplace, in the workplace also it is similar condition. അപ്പോൾ എവിടെ നോക്കിയാലും അതിക്രമം കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ഒരു സമയമായിരുന്നു അപ്പോൾ ഉള്ളത്. It was a place where it is filled with sin in every place. ഇന്നത്തെ ആ കാര്യത്തിൽ പറയുകയാണെങ്കിൽ സ്കൂളൊക്കെ അടച്ചു കഴിഞ്ഞാൽ നമ്മുടെ മക്കളെ എവിടെയെങ്കിലും നമ്മുടെ ബന്ധുക്കളുടെ വീട്ടിലേക്ക് ഒരാഴ്ചത്തേക്ക് വേണ്ടി വിടാമെന്ന് വെച്ചാൽ അതും പറ്റാത്തായിരിക്കുന്ന ഒരവസ്ഥ. Today's condition is not very dissimilar from that. അപ്പൊ ഇങ്ങനെയുള്ളതായിരിക്കുന്ന അവസ്ഥയിൽ ഈ നോഹ തന്നെത്താൻ പാപത്തിൽ
വീഴാതെ ജീവിച്ചു എന്നാണ് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത്. In such a condition, Noah has to be careful not to fall into sin. നാം വേദപുസ്തകം വായിക്കുമ്പോൾ സാഹചര്യം ഉണ്ടായിട്ടും പാപം ചെയ്യാതെ തങ്ങളെ തന്നെ ജീവിച്ച അനേക വ്യക്തികളെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. And we see similar people in the Word of God who have kept themselves from sin. ആ സമയത്ത് അവർക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടി വന്നാലും പിന്നീട് അവരെയെല്ലാം ദൈവം വളരെ അധികമായിട്ട് അനുഗ്രഹിച്ചു എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു. Even though they had to face difficulties during that time of testing, but later on God had അതുപോലെ യോസേഫ്, ദാനിയേൽ ഇങ്ങനെയുള്ളതായിരിക്കുന്ന വ്യക്തികളെല്ലാം അതിന് ഉദാഹരണമാണ്. Examples of Joseph and Daniel. ദൈവത്തിന്റെ കൃപ ലഭിച്ചതായിരിക്കുന്ന ഒരു വ്യക്തി മറ്റൊരു വ്യക്തിയെ നോക്കാതെ എപ്പോഴും തങ്ങളെ തന്നെ പാപത്തിൽ വീഴാതെ ജീവിക്കും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. Man who has found grace in the eyes of the Lord, he will look unto his own life and his own path. ഞങ്ങളുടെ സഭയിൽ ഒരു സഹോദരിയുണ്ട്. There's one sister in our church. ആ സമയത്ത് ആ സഹോദരി തനിച്ചാണ് ആ ഗ്രാമത്തിൽ നിന്ന് വിശ്വാസത്തിൽ വന്നത്. She alone came to the Lord from her village. എന്നാൽ ഈ സഹോദരി വിശ്വാസത്തിൽ വന്നതിനെ ചൊല്ലി ആ ഗ്രാമക്കാർ മുഴുവനും ആ സഹോദരിക്കെതിരായിരുന്നു. And she faced a lot of opposition from her village. എന്നാൽ ഈ സമയത്ത് ആ ഗ്രാമക്കാരെല്ലാവരും ഈ സഹോദരിക്കെതിരായിട്ട് ഒരു മീറ്റിംഗ് നടത്തുകയുണ്ടായി. So all the villagers, they held a meeting against her. അപ്പോൾ ഈ സമയത്തും ഈ സഹോദരി കർത്താവിന് വേണ്ടി ഒറ്റയ്ക്ക് അവിടെ പിടിച്ചു നിന്നു എന്നുള്ളതാണ്. At that time also, the sister was able to stand for the Lord. ഒരു സമയത്ത് എല്ലാവരും ഒരു വശത്ത് സഹോദരിക്കെതിരായിട്ട് സംസാരിക്കുമ്പോൾ ഈ സഹോദരി മാത്രം മറുവശത്ത് നിന്നുകൊണ്ട് അവർക്ക് എതിരായിട്ട് അവർ കർത്താവിന് വേണ്ടി നിലനിന്നു എന്നുള്ളതാണ്. When all the members of her village were talking against her, she had the courage to stand alone for the Lord. അതാണ് ദൈവത്തിന്റെ കൃപ ലഭിച്ചതായിരിക്കുന്ന ഒരു വ്യക്തിയുടെ പ്രത്യേകതയാണ്. That is the specialty which can occur only if that person is found grace. ഇന്ന് പലപ്പോഴും നാം കാണുന്നത് ഇന്ന് മറ്റുള്ളതായിരിക്കുന്ന വ്യക്തികളുമായിട്ടാണ് കമ്പയർ ചെയ്യുന്നത്. Today we compare with other people. അവർ ഓരോരുത്തർ പറയുന്നത് ആ സഹോദരൻ അങ്ങനെ ചെയ്യുന്നുണ്ടല്ലോ, അപ്പൊ എനിക്ക് എന്താ ചെയ്ത If that brother is doing it, then why can't I also do it? അല്ലെങ്കിൽ ആ സഹോദരി അന്ന് അങ്ങനെ ചെയ്യുന്നല്ലോ, അപ്പൊ ഇത് എനിക്ക് ചെയ്തെന്താ? That sister is also doing it, why can't I also do it? അപ്പൊ ദൈവത്തിന്റെ കൃപ ലഭിച്ചതായിരിക്കുന്ന വ്യക്തികൾ അങ്ങനെയുള്ളതായിരിക്കുന്ന കാര്യങ്ങളല്ല ചിന്തിക്കുന്നത്. The person who has found grace does not compare them. അപ്പൊ ഒന്നാമതായി ദൈവത്തിന്റെ കൃപ ലഭിച്ചതായിരിക്കുന്ന വ്യക്തികൾ ഏതൊരവസ്ഥയിലായിരുന്നാലും അവർ തന്നെ പാപത്തിൽ വീഴാതെ സൂക്ഷിച്ച് ജീവിക്കും എന്നുള്ളതാണ്. Person who has found grace will take care not to fall into sin. മാത്രമല്ല ഈ നോഹയെ കുറിച്ച് നമ്മൾ കാണുവാനായിട്ട് കഴിയുന്നത്, ഈ നോഹ തന്റെ ഭവനത്തിൽ വളരെ മാതൃക എന്ന് വെച്ചാൽ തന്റെ ഭാര്യയുടെ മുന്നിലും വളരെ മാതൃകയോടുകൂടി ജീവിച്ചിരിക്കണം എന്നാണ് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത്. The second thing we see from Noah's life that he was a good example even to his wife. നമ്മുടെ സ്വഭാവം എങ്ങനെയാണ് എന്നുള്ളത് നമ്മുടെ ഭാര്യമാരോട് ചോദിച്ചാൽ മതി. What is our character? If you want to know a man's character, just ask his നാം wife. 2 രാജാക്കന്മാരുടെ പുസ്തകം അതിന്റെ 4-ാം അധ്യായം അതിന്റെ 1ഉം 2ഉം വായിക്കുമ്പോൾ 2 Kings 4-ാം അധ്യായം 1, 2 വായിക്കുമ്പോൾ chapter 4 verse 1 and 2. അവിടെ ഒരു കാര്യം നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. We see one thing here. ഏലീശയോട് ഒരു വിധവ പറയുന്നതായിരിക്കുന്ന ഒരു കാര്യമാണ്. A widow is talking to Elisha here. ആ വിധവ ഏലീശയോട് പറയുന്നത്, നിന്റെ ദാസനായ അവൻ യഹോവഭക്തനായി എങ്ങനെ ജീവിച്ചു എന്ന് നീ അറിയുന്നുവല്ലോ എന്നുള്ളതാണ്. She says, your servant, my husband is dead, and you know that your servant fears the Lord. അപ്പൊ പറയുന്നത് നിന്റെ ദാസൻ യഹോവഭക്തനായി എങ്ങനെ ജീവിച്ചിരുന്നു എന്നുള്ളത് ഒരു സ്ത്രീ തന്റെ ഭർത്താവിനെ കുറിച്ച് സാക്ഷി പറയുകയാണ്. And a widow is telling a testimony about her husband. അപ്പോൾ എന്ന് വെച്ചാൽ ഈ വ്യക്തി ആ ഭവനത്തിൽ വളരെ മാതൃകയോടുകൂടി ജീവിച്ചിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത്. From this we understand that that husband had lived as a good example in that house. അതാണ് ഏറ്റവും വലിയ സാക്ഷ്യം എന്നുള്ളത്. That is a good testimony. ഇപ്പൊ എന്റെ സ്വഭാവം എങ്ങനെയാണ് എന്നുള്ളത് എന്റെ ഭാര്യയോട് ചോദിച്ചാൽ, My character, if you want to know, you should ask my wife. അതുപോലെ തന്നെ എന്റെ മക്കളോട് ചോദിച്ചറിയാം. My children. അപ്പൊ നമ്മളെ കുറിച്ച് സാക്ഷ്യം പറയേണ്ടത് നമ്മുടെ ഭവനത്തിലുള്ളവരാണെന്നുള്ളതാണ്. So
testimony about us should be told by the people in our house. അപ്പോൾ ഈ സഹോദരി തന്റെ ഭർത്താവിനെ കുറിച്ച് പറയുന്നത് യഹോവഭക്തനായി എന്ന് നീ അറിയുന്നുവല്ലോ, ജീവിച്ചു എന്ന് നീ അറിയുന്നുവല്ലോ എന്നുള്ളതാണ്. This woman is saying, you know how my husband was, how my husband feared the Lord. മാത്രമല്ല നാം ഇയ്യോബിനെ കുറിച്ച് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്, also in the book of Job we see this. അവർ പറയുന്നത് ഈ ഇയ്യോബിനെ കുറിച്ച് തന്റെ ഭാര്യ പറയും, നിന്റെ ഭക്തി ഒന്ന് വിട്ടുകളാ എന്നാണ് പറയുന്നത്. Job's wife tells him, just leave your devotion. അപ്പോൾ തന്റെ ഭക്തിയോടുള്ളതായിരിക്കുന്ന ജീവിതം തന്റെ ഭാര്യ കണ്ടു എന്നുള്ളതാണ്. So Job's wife also observed the way Job lived. അപ്പോൾ അതുകൊണ്ട് താൻ പറയുകയാണ്, നിന്റെ ഈ സ്ത്രീ പറയുകയാണ്, നിന്റെ ഭക്തി ഒന്ന് വിട്ടുകളാ എന്നുള്ളത്. Just leave your devotion. അപ്പോ ഇതാണ് യഥാർത്ഥമായിരിക്കുന്ന നല്ല സാക്ഷ്യം എന്നുള്ളത്. That is a good testimony. The person who lives with you gives that testimony. കാരണം ഈ വ്യക്തി എപ്പോ തന്റെ ഭാര്യയോടുള്ള എല്ലാ കടമകളും അതുപോലെ തന്നെ നിവർത്തിരിക്കണം എന്നാണ് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത്. So this Noah is a person who has fulfilled every responsibility in a good way. എപ്പോഴും അങ്ങനെ ജോലി എന്ന് പറഞ്ഞുകൊണ്ട് രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകും, പിന്നെ വൈകുന്നേരം വരും, പിന്നെ യാതൊരു ബന്ധമില്ലാത്തായിരിക്കുന്ന ഒരു അവസ്ഥ അങ്ങനെയല്ല. So he was not a person who did not fulfill his responsibility, going after work and not taking care of his wife. പെട്ടകത്തിന്റെ പണി ദൈവം നോഹയെ ഏൽപ്പിച്ചിട്ടുണ്ട് എന്നുള്ളത് ശരിയാണ്. It is correct that the Lord has given the work of building the ark. പക്ഷെ എപ്പോഴും ആ പണിയിൽ തന്നെ മുഴുകിയിരിക്കുകയല്ല. But it is not that he was always engrossed in it. തന്റെ ഭവനത്തോടായിരിക്കുന്ന ഉത്തരവാദിത്തങ്ങളെല്ലാം താൻ യഥാർത്ഥമായിട്ട് ചെയ്തിരിക്കണം, അതാണ് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത്. We understand that he takes care of things within the house. ചില വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അങ്ങനെയായിരിക്കുന്ന ഒരു ചിന്തയൊന്നുമില്ല. In some cases, people may not have any thought for this. കഴിഞ്ഞ ദിവസം ഞാനും എന്റെ വൈഫും കൂടി വീട്ടില് വിസിറ്റിങ്ങിനായിട്ട് പോയതാണ്. We went to a house recently. അപ്പോ ആ സമയത്ത് ആ സഹോദരി വിശ്വാസത്തിലാണ്, ഈ സഹോദര വിശ്വാസത്തിലല്ല. So the woman of the house, she is in the faith, but the husband is not. അപ്പോ ഈ സഹോദരൻ അല്പം മദ്യപിക്കുന്ന വ്യക്തിയാണ്. Husband is also given to drinks. അപ്പൊ ഞങ്ങൾ പറഞ്ഞു, എന്തിനാ സഹോദരൻ അങ്ങനെ മദ്യപിക്കുന്നത്, അത് നമുക്ക് എപ്പോഴും ദോഷമല്ലേ ചെയ്യട്ടോ, അത് നല്ലതിനല്ലല്ലോ എന്ന് പറഞ്ഞു. So we encouraged him to leave alcohol and said it is not, nothing good comes out of it. അപ്പോ ഈ സഹോദരൻ പറഞ്ഞു, ഞാൻ രാവിലെ മുതൽ വൈകുന്നേരം വരെ ജോലി ചെയ്യുന്ന വ്യക്തി, അപ്പൊ ക്ഷീണത്തൊന്ന് മാറ്റാനായിട്ട് കുറച്ച് മദ്യപിക്കുന്നതാണെന്ന് പറഞ്ഞു. So the brother said, I work hard from morning till evening, and just to remove the weakness, I just drink a little. അപ്പൊ ഞാൻ ചോദിച്ചു, എന്താ സഹോദരൻ ജോലി എന്ന് ചോദിച്ചു. So I asked, what is your work? അപ്പൊ ഈ മിസ്ത്രിപ്പണി ഇഷ്ടിയൊക്കെ വെക്കുന്ന പണിയാന്ന് പറഞ്ഞു. So he is a laborer who puts the bricks. അപ്പൊ പറഞ്ഞു, അപ്പൊ ഭാര്യ എന്താ ജോലി ചെയ്യുന്നു ചോദിച്ചു. And what does your wife do? അപ്പൊ അവള് കൂടെ ജോലിക്ക് വരും എന്ന് പറഞ്ഞു. She also comes forward. അപ്പൊ രണ്ടുപേരും ഒരുമിച്ചാണ് ജോലിക്ക് പോകുന്നത് അല്ലേ എന്ന് ചോദിച്ചു. So both of you are going to the work together. അതെ, അപ്പൊ രണ്ടുപേരും ജോലി കഴിഞ്ഞിട്ട് ഒരുമിച്ചാണ് വീട്ടിലോട്ട് വരുന്നതല്ലേ എന്ന് ചോദിച്ചു. So do both of you come back also together? അപ്പൊ ഞാൻ ചോദിച്ചു, അപ്പൊ രാവിലെ എഴുന്നേറ്റ് ജോലിയൊക്കെ ചോറും കറിയൊക്കെ വെക്കുന്നത് ആരാന്ന് ചോദിച്ചു. So who makes the food in the morning? അപ്പൊ പറഞ്ഞു, അത് ഭാര്യ ആണ് ചെയ്യുന്നത്, ഭാര്യയാണ് ചോറും കറിയൊക്കെ വെക്കുന്നത് പറഞ്ഞു. So he mentioned that the wife is making the food. അപ്പോ അതിനുശേഷം പിന്നീട് ചോറും കറി പിന്നെ പാത്രങ്ങളെല്ലാം കഴുകി വെക്കുന്നത് ആരാ? And who washes the dishes? അപ്പോ പറഞ്ഞു, അതെല്ലാം ഭാര്യയാണെന്ന് പറഞ്ഞു. That also the wife is doing. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഒരുമിച്ച് ജോലിക്ക് പോകൂല്ലേ? After that both of you go for that work. ഞങ്ങൾ ഒരുമിച്ച് ജോലിക്ക് പോകും. തിരിച്ചു വന്നാൽ പിന്നെ ബാക്കിയുള്ള ആയിരിക്കുന്ന കാര്യങ്ങൾ ആരാ ചെയ്യാന്ന് ചോദിച്ചു. So when you come back, who does the work of the house? അപ്പോ അതും ഭാര്യ തന്നെ എന്ന് പറഞ്ഞു. So that also wife is taking care. അങ്ങനെ ഒരു കാര്യം ചിലപ്പോൾ കുറച്ച് നിന്നെക്കാട്ടിലും കൂടുതൽ ക്ഷീണം അവൾക്കില്ല. അപ്പൊ അവർക്കും കുറച്ച് താരം ഒരു മറ്റും കുറച്ച് വാങ്ങിച്ചു കൊടുക്കുന്നതല്ലേ. Definitely your wife should be more tired than you. So shouldn't she also be given? അപ്പൊ അതെങ്ങനെ ശരിയാവുക? That would not be right. ചില വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവരുടെ ഭാര്യമാരെ സഹായിക്കേണ്ട കാര്യത്തിൽ തങ്ങളായിരിക്കുന്ന കാര്യങ്ങളൊന്നും ചിന്തയില്ല. For some people there is no thought of even helping. അവരുടേതായിരിക്കുന്ന ക്ഷീണം മാത്രമേ ചിന്തിക്കുള്ളൂ. Our own weakness is what they think. ഒരു പക്ഷേ ഒരു ഭാര്യ ആ കാര്യം പറഞ്ഞില്ല എന്ന് വന്നേക്കാം. A wife may not tell it. പക്ഷേ അവർക്കും ക്ഷീണമുണ്ട്. അപ്പോൾ നമുക്ക് ചിന്തിക്കുവാനായിട്ട് കഴിയുന്നത് നോഹയോടുള്ള ബന്ധത്തിൽ തന്റെ ഭാര്യയോടുള്ള ബന്ധത്തിലും അങ്ങനെയായിരിക്കുന്ന ഒരുപാട് സഹായങ്ങൾ താൻ ചെയ്തിരിക്കാം എന്നുള്ളതാണ്.
we can see Noah, a person who is a good example even within his house to his wife. അതുകൊണ്ട് തന്നെയാണ് ഈ നോഹ ഒരു കാര്യം പറയുമ്പോൾ അതുപോലെ തന്നെ ഭാര്യ അനുസരിച്ച് ആ കാര്യങ്ങൾ അവർ പട്ടണത്തിൽ കയറുവാനായിട്ട് തയ്യാറായി തീർന്നു. This is why his wife followed him and into the ark. അപ്പൊ ഈ നോഹ തന്റെ ഭവനത്തിൽ തന്റെ ഭാര്യയ്ക്ക് നല്ലൊരു ഭർത്താവായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. So we understand Noah was a good husband to his wife. മാത്രമല്ല ഈ നോഹ ഒരു നല്ല പിതാവായിരുന്നു എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. Also we know that Noah was a very good father. ഒരു കാര്യം നാം മനസ്സിലാക്കേണ്ടതുണ്ട്. നമുക്ക് ഈ ലോകത്തിൽ അനേക ജോലി തിരക്കുകളുണ്ട്. One thing we must understand that in this world you can be busy for a lot of things. നമുക്ക് എത്ര വലിയ ജോലി തിരക്കുണ്ട് എങ്കിലും എപ്പോഴും നമ്മുടെ കണ്ണ് നമ്മുടെ മക്കളിൽ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. No matter how much busy or how important the work that you are doing, you must always have an eye on your child. കാരണം നമ്മുടെ സമ്പാദ്യം എന്ന് പറയുന്നത് നമ്മുടെ ധനം, നമ്മുടെ സമ്പത്ത്, ഗാഡി, ഗോഡ, ബംഗ്ലാദേശ്, കുശലി. Because our inheritance is nothing of the money that we make. നമ്മുടെ സമ്പത്ത് എന്ന് പറയുന്നത് മക്കളാണ്. Our inheritance is our children. അപ്പൊ അതുകൊണ്ട് തന്നെ എപ്പോഴും നമ്മുടെ ശ്രദ്ധ മക്കളിൽ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. So you must always have a careful eye on them. മർക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായത്തിന്റെ 13-ാമത്തെ വാക്യത്തിൽ വായിക്കുമ്പോൾ അവർ വായിക്കാൻ പറഞ്ഞുവിടാം. So we'll just read മർക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായം അതിന്റെ 13-ാമത്തെ വാക്യം തൊട്ട് Mark 10 verse 13. അവിടെ ഒരു ദിവസം കർത്താവായ യേശു ക്രിസ്തു ശാസ്ത്രിമാരോടും പരീശന്മാരോടും ചില വലിയ കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. And Lord Jesus Christ is talking to the Pharisees regarding many things. അപ്പോൾ ആ സമയത്ത് അവൻ സംസാരിക്കുന്നത് വിവാഹത്തെക്കുറിച്ചും വിവാഹമോചനത്തെക്കുറിച്ചാണ്. He's talking about divorce and cases in which it is allowed. അതുപോലെ തന്നെ വിഷയം വലുതാണ്, ആളുകളും വലിയ ആളുകളാണ്. And it's an important topic and big people are there around him. ഈ സമയത്താണ് ചില വ്യക്തികൾ കർത്താവായ യേശുക്രിസ്തുവിന്റെ അടുക്കിലേക്ക് ചില കുഞ്ഞുങ്ങളെയും കൊണ്ട് പ്രാർത്ഥിക്കുവാനായിട്ട് വരികയാണ്. So it is in that scene that some children are being brought to the Lord Jesus Christ. അപ്പോൾ ഈ ശിഷ്യന്മാര് ആ കുഞ്ഞുങ്ങളെ തടുത്തു, അവരുടെ മാതാപിതാക്കളെ തടുത്തു എന്നാണ് നമ്മൾ കാണുന്നത്. We see here that the disciples rebuked those who brought them. നാം അവിടെ വായിക്കുന്നത് ക്രുദ്ധഹോക്കർ എന്ന് വെച്ചാൽ അവൻ കർത്താവോട് കോപിച്ചു എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. We see that the disciples were angry at them. We see Jesus was angry with his disciples. എന്നിട്ട് ആ കുഞ്ഞുങ്ങളെ തന്റെ കയ്യിലെടുത്തു. And Jesus took those children അവരെ in his അനുഗ്രഹിച്ചു പറഞ്ഞു വിട്ടു എന്നുള്ളതാണ്. He blessed those children. അപ്പോൾ നമ്മൾ ഒരു കാര്യം നാം മനസ്സിലാക്കേണ്ടത്, നാം ഈ ലോകത്തിൽ എന്ത് തന്നെ ജോലി ചെയ്താലും എത്ര ജോലി തിരക്കാണെങ്കിലും എപ്പോഴും നമ്മുടെ ശ്രദ്ധ നമ്മുടെ മക്കളിൽ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. We must remember that children are very important, no matter more important than every job. നാം വിശുദ്ധ വേദപുസ്തകം വായിക്കുമ്പോൾ ഇങ്ങനെ മക്കളിൽ ശ്രദ്ധ ചെലുത്തിയതായിരിക്കുന്ന അനേക വ്യക്തികളെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. And we see examples in the scripture who did like this. നാം ഏലിയെ കുറിച്ച് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്, താൻ വളരെ മന്ദിരത്തിൽ വളരെ സേവ ചെയ്യുന്ന വ്യക്തിയായിരുന്നു എങ്കിലും വേണ്ട രീതിയിൽ തന്റെ മക്കളെ ശ്രദ്ധിക്കുവാനായിട്ട് കഴിഞ്ഞില്ല എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. We see the example of Ariel, who was a faithful minister in his own right, but he was not able to be an example to his children. എന്നാൽ അവരുടെ അവസാനം വളരെ ദാരുണമായിരുന്ന ഒരു അന്ത്യമായിരുന്നു എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. And we see their end was very horrible. അതുപോലെ തന്നെ ദാവീദിനെ കുറിച്ച് നാം ചിന്തിക്കുമ്പോൾ ദാവീദിന്റെ രാജ്യഭരണം വളരെ നല്ലതായിരുന്നു. Even King David, we see that he was a very good king. എന്നാൽ നാം 1 രാജാക്കന്മാരുടെ പുസ്തകം അവിടെ വായിക്കുന്നത് താൻ വൃദ്ധനായി ആ മരിക്കാറായ സമയത്ത് തന്റെ മക്കൾ തന്റെ അടുക്കിൽ ഉണ്ടായിരുന്നില്ല എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു. But we see that when he was about to die, at that time his children were not with him. നാം അമ്നോനെ കുറിച്ച് കാണുവാനായിട്ട് കഴിയുന്നത്, അമ്നോൻ താമാറിനോട് തെറ്റായിരിക്കുന്ന രീതിയിൽ പെരുമാറുന്നു. We see his son Amnon behaving in a wrong way with his Tamar. അതുപോലെ തന്നെ അബ്ശലോം അവനെ വകവരുത്തുവാനായിട്ട് ശ്രമിക്കുന്നു. And Absalom then takes revenge for that. അതുപോലെ തന്നെ അദോനിയാവ് ഞാൻ രാജാവാകുമെന്ന് പറഞ്ഞുകൊണ്ട് ആ രീതിയിൽ നടക്കുന്നു. And Adonijah, he is also going after the kingship. അപ്പോൾ ഇങ്ങനെയുള്ളതായിരിക്കുന്ന ഒരു അവസ്ഥ നമുക്ക് കാണുവാനായിട്ട് കഴിയും. We see this kind of situation within his own family.
മാത്രമല്ല നാം നാം ദാവീദിനെ കുറിച്ച് കാണുവാനായിട്ട് കഴിയുന്ന അവസാനം ദാവീദിന് തന്റെ അബ്ശലോമിനെ കുറിച്ച് കരയേണ്ടി വന്നു എന്ന്, അവനെ കുറിച്ച് വിലപിക്കേണ്ടി വന്നു എന്നുള്ളതാണ്. And we see how David had to cry and lament over his son Absalom. ഒരുപക്ഷെ നാം നമ്മുടെ മക്കളെ കുറിച്ച് ഇപ്പോൾ വിലപിച്ചില്ല എങ്കിൽ നാം ഒരുപക്ഷെ അവസാനം അവരെ കുറിച്ച് വിലപിക്കേണ്ടി വരും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. If we do not cry for our children now, it might be that there will come a time when you will have to do it. ഞാൻ ഈ വാക്യം വായിച്ചിങ്ങനെ ചിന്തിച്ചപ്പോൾ എനിക്ക് മനസ്സിലാക്കുവാനായിട്ട് ഞാൻ ചിന്തിച്ചതായിരിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് അറിയാമോ? The thought that I got when I read this. ഈ മക്കൾ നോക്കുമ്പോൾ എപ്പോഴും ശത്രു എന്ന് പറയുമ്പോഴേക്കും ഉടനെ തന്നെ അമ്പും വില്ലും അതുപോലെ തന്നെ വാളും കുന്തെല്ലാം എടുത്തുകൊണ്ട് ശത്രുവിന്റെ പിന്നാലെ ഓടുന്നതായിരിക്കുന്ന ഒരു ദാവീദിനെ മക്കൾ കാണുന്നുണ്ട്. We see the children being compared to armor or the arrows within the quiver. അപ്പോൾ എന്നാൽ ഈ സമയം മക്കളുടെ അടുത്ത് വേണ്ടതുപോലെ ഇരിക്കാനോ ഒരു പക്ഷേ അവർക്ക് വേണ്ടതായിരിക്കുന്ന രീതിയിൽ പറഞ്ഞു കൊടുക്കുവാനോ ഒരു പക്ഷേ അവൻ ആ രീതിയിൽ വീഴ്ച വന്നിരിക്കാം. It's possible that David did not have enough time to spend with his children to bring them up in the instruction of the Lord. എന്നാൽ നമുക്ക് ഇയ്യോബിനെ കുറിച്ച് കാണുവാനായിട്ട് കഴിയുന്നത് That we see Job's example. ധനികനായിരുന്നു. He was also a rich man. എങ്കിലും തന്റെ മക്കളെ കുറിച്ച് വളരെ വിചാരമുള്ളതായിരിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു എന്ന് കാണുവാനായിട്ട് കഴിയും. But he was a man who had great concern for his children. അപ്പോൾ ഇങ്ങനെയുള്ളതായിരിക്കും. അപ്പോൾ ഈ നോഹ തന്റെ ഭവനത്തിൽ നല്ല ഒരു പിതാവായിരുന്നു എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. So see Noah, who is a father who has concern for his children. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നാം നമ്മുടെ ഭവനത്തിൽ നമ്മുടെ മക്കളുടെ ബന്ധത്തിൽ എത്രത്തോളം മാതൃകയോടുകൂടിയാണ് ജീവിക്കുന്നത് എന്നുള്ളത് നാം ഒന്ന് ചിന്തിക്കേണ്ട ആവശ്യമാണ്. We must consider in our lives before our children whether we are good examples before them. നമ്മുടെ മക്കൾക്ക് എന്തും നമ്മോട് തുറന്നു പറയുവാനായിരിക്കുന്ന ഒരു സാഹചര്യം നാം ഉണ്ടാക്കി കൊടുക്കണം. അങ്ങനെയുള്ളതായിരിക്കുന്ന ഒരു പെരുമാറ്റം നമ്മുടെ മക്കളോടുള്ള ബന്ധത്തിൽ ഉണ്ടാകേണ്ടത് ആവശ്യമാണ്. Are we approachable to our kids? Can they ask us questions without shame? ഞങ്ങൾ ഈ സമയം വരെയും എൻ്റെ മക്കൾക്ക് ഏത് രീതിയിൽ തുറന്ന് സംസാരിക്കത്തക്ക രീതിയിലായിരിക്കുന്ന ഒരു ബന്ധമാണ് ഞങ്ങൾ ഈ സമയം വരെ ഉണ്ടാക്കിയെടുത്തത്. Till now, we have kept that situation at our home that children can talk openly. എൻ്റെ മക്കൾ കൂടി ഇരിക്കുന്നത് അവരുടെ മുന്നിൽ വെച്ചാണ് ഞാൻ ഈ കാര്യങ്ങൾ പറയുന്നത്. My children are sitting here, so I am telling it openly. അപ്പോൾ നമ്മുടെ ഭവനത്തിൽ നമ്മുടെ മക്കൾക്കും നാം ഒരു മാതൃകയായിട്ട് ഇരിക്കേണ്ടത് ആവശ്യമാണ്. It is important to be good examples before your children. മക്കൾ നോക്കുമ്പോൾ എപ്പോഴും നോഹയ്ക്ക് പട്ടത്തിന്റെ പണിയാന്ന് പറഞ്ഞുകൊണ്ട് ആ പണിയുടെ പിന്നാലെ ഇങ്ങനെ നടക്കില്ല. എപ്പോഴും മക്കളോട് കൂടെ സമയം ചെലവഴിക്കുവാനും നോഹ സമയം കണ്ടെത്തിയിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത്. Noah did not just ignore his children and just be with the work of the building the ark. He involved his children with the work and taught them God's word. മാത്രമല്ല അതുകൊണ്ടായിരിക്കണം ഈ നോഹയെ സംബന്ധിച്ചിടത്തോളം ജലപ്രളയം വന്നപ്പോൾ തന്നോടുകൂടി പട്ടണത്തിൽ കയറുവാനായിരിക്കുന്ന കാര്യം ഇത് തന്നെയായിരിക്കണം. That is the reason all of them along with their families also chose to follow Noah into the ark. ഇതുപോലെ തന്നെ ഈ നോഹ ഒരു പക്ഷേ ഒരു നല്ല അമ്മായപ്പനാവാനായിരിക്കാനും സാധ്യതയുണ്ട്. And Noah was not just a good father but also a good father-in-law. അപ്പോൾ ഏതെങ്കിലും ഒരു വ്യക്തി ഈ നോഹയെ കുറിച്ച് തന്റെ മരുമക്കളോട് ചോദിക്കാമെന്നിരിക്കും. Let's imagine somebody asks about Noah to his daughter-in-laws. ഈ മരുമക്കൾ പറയും എൻ്റെ അമ്മായിയപ്പൻ ഏറ്റവും നല്ലൊരു വ്യക്തിയെന്ന് പറയും. They would say that my father-in-law is a very good man. കാരണം അവർ രാവിലെ എഴുന്നേൽക്കും. Because he gets up in the morning. ഞങ്ങളെല്ലാവരെയും വിളിച്ചിരുത്തി പ്രാർത്ഥിപ്പിക്കും. He leads us in prayer. ഒരു പക്ഷേ ഇങ്ങനെ പ്രാർത്ഥിക്കും. അവർക്ക് ഒരു പക്ഷേ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരിക്കും, ദൈവമേ മുഴുവനും അകൃത്യം നിറഞ്ഞിരിക്കുന്നതായിരിക്കുന്ന സമയത്ത് എൻ്റെ കുഞ്ഞുങ്ങളെയും എൻ്റെ കുടുംബത്തെയും അവർ സൂക്ഷിക്കണമേ എന്ന് വളരെ ആത്മാർത്ഥയോടും എന്നും എൻ്റെ പിതാവ് പ്രാർത്ഥിക്കും എന്നുള്ളതായിരിക്കുന്ന കാര്യം പറഞ്ഞിട്ടുണ്ടായിരിക്കാം. He prays for every member of the family that in this place which is filled with sin and unrighteousness that you will protect us. അപ്പോൾ ഈ രീതിയിലായിരിക്കുന്ന എല്ലാ സ്വഭാവവും ഈ തൻ്റെ മക്കളിൽ തൻ്റെ ഈ നോഹയിൽ ഉണ്ടായിരുന്നു എന്നാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. This was the character of Noah, a man who found grace. ഇന്ന് ചില ഭവനത്തെ സംബന്ധിച്ചിടത്തോളം ഈ കുടുംബ പ്രാർത്ഥനയൊന്നുമില്ല ചില ഭവനങ്ങളിൽ. In some houses there is no family prayer. കാരണം ഒരാൾ എഴുന്നേൽക്കും, മൊബൈലും കൊണ്ട് വേറൊരു മൂലയിൽ പോകും.
One person gets up, he takes his mobile and finds a corner. അപ്പൻ എഴുന്നേറ്റ് മൊബൈലും കൊണ്ട് വേറെ സ്ഥലത്തേക്ക് പോകും. Father takes his mobile and goes to another corner. പിന്നെ അമ്മ മൊബൈൽ എടുത്തുകൊണ്ട് വേറെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുന്നത്. Everybody has their own things to do. ഇന്ന് പല ഭവനങ്ങളിലും കുടുംബ പ്രാർത്ഥനയൊന്നുമില്ല. So in many houses there is no family prayer. അതിൻ്റെതായിരിക്കുന്ന ഒരു വിഷമം ഇപ്പൊ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയില്ല. പിന്നെ കുറച്ച് കഴിഞ്ഞാലേ മനസ്സിലാകും. The ill effects of this we may not understand it now, or it will come forward later. ഈ മരുമക്കളോട് ചോദിക്കുകയാണെങ്കിൽ അവർ പറയും എൻ്റെ അമ്മായിയപ്പൻ ഏറ്റവും നല്ലൊരു വ്യക്തിയാണ് നിൽക്കുന്നത്, ഏറ്റവും നല്ലൊരു അമ്മായിയപ്പനാണ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരിക്കാം. If you ask the daughter-in-laws of Noah, how is your father-in-law, they would have said he is a good man. അപ്പോൾ നോഹയുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ കൃപ ലഭിച്ചപ്പോൾ തന്റെ ഭാര്യയിലേക്ക് അത് പകർന്നു, അതുപോലെ തന്നെ തന്റെ മക്കളിലേക്ക് പകർന്നു, അതുപോലെ തന്നെ തന്റെ മരുമക്കളിലേക്ക് പകർന്നു എന്നാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. So when Noah found grace, he gave it, he spread it to his wife, his children and his children-in-laws. അപ്പോൾ നാം നമ്മുടെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കി. Let us look at our own lives. നാം നമ്മുടെ ഭവനത്തിൽ ഏത് അവസ്ഥയിലായിരിക്കുന്നു എന്നതായിരിക്കുന്ന കാര്യം നാം ചിന്തിക്കേണ്ടത് വളരെ ആവശ്യമാണ്. Let us introspect ourselves how we are within the house. അവിടെ എവിടെയെങ്കിലും നമ്മുടെ ജീവിതത്തിൽ പരാജയങ്ങൾ വന്നു പോയിട്ടുണ്ടെങ്കിൽ നാം അത് തിരുത്തേണ്ടത് വളരെ ആവശ്യമാണ്. If there are things in which we have been defeated, we need to turn it around. സമയം കഴിഞ്ഞു പോയാൽ പിന്നെ നമുക്ക് അത് തിരുത്തിയാലും അത് ശരിയാവാത്തായിരിക്കുന്ന അവസ്ഥയിലേക്ക് പക്ഷെ വന്നേക്കാം. If the time goes away, then it might come to a situation where it cannot be turned back. തന്നെയുമല്ല, ഇവൻ ഏറ്റെടുത്തായിരിക്കുന്ന ജോലി വളരെ വിശ്വസ്തയോടുകൂടി ചെയ്തു എന്നാണ് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട്. എന്ന് വെച്ചാൽ താൻ ആയിരിക്കുന്ന സ്ഥലങ്ങളിൽ വളരെ വിശ്വസ്തയോടുകൂടി ജീവിച്ചു എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. The third thing we see that Noah was faithful with the job assigned to him. കാരണം ദൈവം അവനെ ഏൽപ്പിച്ചതായിരിക്കുന്ന കാര്യം ഒന്ന് പെട്ടകപ്പണിയാണല്ലോ. Because God assigned him the task of building the ark. അതിന്റെ അളവും അതുപോലെ തന്നെ എല്ലാം അവ കൃത്യമായിട്ട് ദൈവം നോക്കി കൊടുത്തിരുന്നു. And God had given exact measurements and everything, instructions regarding it. അപ്പോൾ ദൈവം ചെയ്ത പോലെ തന്നെ കാര്യങ്ങൾ ചെയ്തു എന്നാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. And we see that Noah built it exactly according to the way God planned it. ഈ നോഹ വളരെ കൃപയോടുകൂടി തന്റെ പണിക്കാരോട് സംസാരിച്ചിരിക്കണം എന്നാണ് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത്. And you can imagine that Noah would definitely have dealt with grace with the workers as well. അല്ലെങ്കിൽ ഒരു ദിവസം പണി നോക്കാനായിട്ട് വന്ന സമയത്ത് ഈ നോഹ പറഞ്ഞതായിരിക്കുന്ന അളവിലല്ലാതെ മറ്റേതെങ്കിലും രീതിയിൽ അളവ് ചെയ്ത് പണി ഉടനെ തന്നെ ഒച്ച കൊടുത്തിട്ട് അവരെ പറഞ്ഞു വിടല്ലേ ചെയ്തു. So imagine a situation where some worker did some mistake. Noah did not just blast him away from that place. അങ്ങനെ അപ്പോൾ ഒരു പക്ഷേ എന്തെങ്കിലും അവിടെ മിസ്റ്റേക്ക് കണ്ടു കഴിഞ്ഞാൽ വളരെ സ്നേഹത്തോടു കൂടി അത് അവിടെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിട്ടുണ്ടായിരിക്കാം. If there was a mistake, you would have definitely corrected it with love. ചിലർക്ക് എന്ന് പറഞ്ഞാൽ ഈ സമാധാനമായിട്ട് സംസാരിക്കാനായിട്ട് കഴിയില്ല. Some people cannot talk in peace. അത് ഭവനത്തിലായാലും സഭയിലായാലും അതുപോലെ തന്നെ ഭാര്യയോടായാലും മക്കളോടായാലും എവിടെയായിരുന്നാലും സമാധാനത്തോടു കൂടി സംസാരിക്കില്ല. Whether it is in house or within the church, there is no peace when a person speaks. നാം യോസേഫിനെ കുറിച്ച് യോസേഫിന്റെ സഹോദരന്മാരെ കുറിച്ച് കാണുവാനായിട്ട് കഴിയുന്നത് അവൻ യോസേഫിനോട് സമാധാനമായിട്ട് സംസാരിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ്. And we see the example of Joseph and his brothers. His brothers couldn't speak normally or peacefully with him. കാരണം തന്റെ ഹൃദയത്തിൽ അവനെ കുറിച്ച് തെറ്റായിരിക്കുന്ന ഒരുപാട് കാര്യങ്ങളെല്ലാം നിറച്ചു വെച്ചിരിക്കുക. Because there was malice within their heart against Joseph. അപ്പൊ ഈ സമാധാനമായിട്ട് സംസാരിക്കുവാൻ കഴിയാതായിരിക്കുന്ന വ്യക്തിയുടെ ഒരു ഹൃദയം മറ്റു പല കാര്യങ്ങളും ഉണ്ടാവാൻ സാധ്യതയുണ്ട്. So a person who is not able to speak peacefully, that is because their heart has a lot of other things. അപ്പോൾ ഈ നോഹയെ സംബന്ധിച്ചിടത്തോളം തന്റെ പണിക്കാരോടും താൻ വളരെ സ്നേഹമായിട്ട് കൃപയോടുകൂടി സംസാരിച്ചിരിക്കാമെന്നുള്ളതാണ്. Noah used to impart grace even to the workers. നമുക്ക് കൃപയോടുകൂടി സംസാരിക്കുമ്പോൾ നമുക്ക് വ്യക്തിബന്ധങ്ങളെ നമുക്ക് സൂക്ഷിക്കുവാനായിട്ട് പറ്റും. Only with grace you would be able to save relationships. നമുക്ക് കൃപയോടുകൂടി സംസാരിക്കാതെ വരുമ്പോൾ നമ്മുടെ ബന്ധങ്ങൾ പലപ്പോഴും അകന്നു പോകുമെന്നുള്ളതാണ്. And when you do not speak with grace, sometimes those relationships are broken. മാത്രമല്ല ഈ വ്യക്തി ചെയ്തതായിരിക്കുന്ന എല്ലാ കാര്യങ്ങളും വളരെ കൃത്യമായിട്ട് തന്നെ ചെയ്തു എന്നും കാണുവാനായിട്ട് കഴിയും. And we see that all the things were done perfectly according to the design of God. കാരണം ആ ദൈവം പറഞ്ഞതായിരിക്കുന്ന അളവിൽ കാര്യങ്ങളെല്ലാം ചെയ്തു.
because the ark was built according to it. അതിനുശേഷം കീലം തേക്കുന്നിടത്തെല്ലാം കീലൊക്കെ തേച്ചു. Wherever the tar had to be put, they put it. അങ്ങനെ മഴ ആകാശത്ത് നിന്ന് മഴ പെയ്യുവാനായിട്ടിടയായി തീർന്നു. And when the rain started to fall, അപ്പൊ ഇങ്ങനെ ഈ പെട്ടകം ഇങ്ങനെ ഈ വെള്ളത്തിൽ പൊന്തിക്കൊണ്ടിരിക്കുകയാണ്. and when this ark is lifted up with the water, പിന്നെ നോക്കിയപ്പോൾ അതിന്റെ മൂലയിൽ ചെറിയ ഓട്ടകൾ, അവിടെയൊക്കെ ഓട്ട, പിന്നെ ഈ വെള്ളം ഈ പെട്ടകത്തിൽ വെള്ളം കയറും. and so there are some defects in it and some holes in the ark. അങ്ങനെയൊന്നുമില്ല. കാരണം അവൻ ഒരു കാര്യം ഏറ്റെടുത്തു കഴിഞ്ഞാൽ വളരെ പെർഫെക്റ്റോടു കൂടി ചെയ്യുന്ന ഒരു നോഹയെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. So there was no defect like that found. It was an ark that was built perfectly and it was able to endure the flood. നാം ഏതൊരു കാര്യം നാം ഏറ്റെടുത്താലും അത് വളരെ കൃത്യനിഷ്ഠയോടുകൂടി ചെയ്യേണ്ടത് ഒരു ദൈവമക്കളായിരിക്കുന്ന ഉത്തരവാദിത്തമാണ്. Another sign of a man filled with grace is that if he takes up a job, he does it perfectly. ഈ നോഹ ഉണ്ടാക്കിയതായിരിക്കുന്ന പെട്ടകത്തിൽ വെള്ളം കയറുകയാണെങ്കിൽ Imagine an ark that has having a leak. അപ്പം തന്നെ What would have happened? ചോദിക്കും, ഞാൻ എപ്പം ഉണ്ടാവുക പെട്ടത്തിൽ വെള്ളം കയറി സംഭവിക്കും. അപ്പൊ ആര് വെള്ളത്തിലാവും? What will happen? Who will be in the water? അപ്പോ ഈ നോഹി കൊടുക്കും വെള്ളത്തിലാവും. So the entire family would be in the water. അപ്പൊ ഇത് ഉണ്ടാക്കിയത് തന്നെ വെള്ളത്തിലാവും. The people who built the ark would also be in the water. അപ്പൊ ഇത് വളരെ പെർഫെക്റ്റ് ആയിട്ട് തന്നെ ചെയ്തു എന്നാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. We see that it was done perfectly. നാം ചെയ്യുന്നതായിരിക്കുന്ന കാര്യങ്ങൾ വളരെ ഉത്തരവാദിത്തോടും അതുപോലെ തന്നെ ക്രിസ്ത്യൻസിനോടും കൂടി ചെയ്തില്ലെങ്കിൽ ഒരു അതിന്റെ പരിണിതഫലം നാം അനുഭവിക്കേണ്ടി വരുമെന്നുള്ളതാണ്. If you do not do a job perfectly and the best way that you have to do, then its result you will have to bear later. അപ്പോൾ നമ്മുടെ നാം ആയിരിക്കുന്ന സ്ഥലങ്ങളിൽ നാം അവിടെയും നമുക്ക് വളരെ ദൈവകൃപയുണ്ടെങ്കിൽ നാം വളരെ ഒരു ദൈവകൃപയോടുകൂടി മറ്റുള്ളവരോട് ഇടപെടുവാനും സംസാരിക്കുവാനും കഴിയുമെന്നുള്ളതാണ്. Even in your workplace, you should be able to impart grace to those around. ഇന്ന് ഞങ്ങളോടുകൂടെ സുവിശേഷ വേല ചെയ്യുന്നതായിരിക്കുന്ന ലോകേന്ദ്ര സാഹു എന്ന് പറയുന്ന ഒരു സഹോദരനുണ്ട്. There's one brother I mentioned earlier, Lokendra Sahu, is working in the field. അദ്ദേഹം നല്ല ഒരു കോൺട്രാക്ടറാണ്. He is a very good contractor. അവിടെ ഈ കത്തോലിക്കലായിരിക്കുന്ന ആളുകളുടെ ഈ കത്തോലിക്ക ഫാദേഴ്സിന്റെ ഈ സ്കൂളുകളും അതുപോലെ തന്നെ മറ്റ് റോഡ് ചാനലിലായിരിക്കുന്ന കാര്യങ്ങളെല്ലാം ഉണ്ടാക്കി കൊടുക്കുന്ന പണിയായിരുന്നു. So he used to build the buildings for the Catholic Church and the parsonages. താൻ ഈ ജോലി ചെയ്യുന്ന തന്റെ അണ്ടറിൽ ജോലി ചെയ്യുന്ന അനേകരെ താൻ കർത്താവിലേക്ക് എത്തുകയും ഇന്നും അവരും നമ്മുടെ വിശ്വാസത്തിലുണ്ട്. He is instrumental in bringing many of the workers and the laborers, the employees to Christ. എങ്കിലും താൻ പറയുന്നത് അവരുടെ ഇടയിൽ സാക്ഷ്യത്തോടുകൂടി നിലനിൽക്കുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ളതായിരിക്കുന്ന കാര്യമാണെന്നുള്ളതാണ്. He says to stand as an example in front of those workers is a very difficult thing. അദ്ദേഹം പറയുന്നത് ചിലപ്പോൾ അവരുടെ പണി കഴിഞ്ഞ് രണ്ടെണ്ണം കൊടുത്തിട്ട് ഓടിച്ചു വിടാനുള്ള ദേഷ്യം വരും. Sometimes when he sees the job that is being done, he feels like giving them to. പക്ഷെ എങ്കിലും അവരോട് ദൈവകൃപയോടുകൂടി ഇടപെട്ട് അവരെ പറഞ്ഞ് മനസ്സിലാക്കി അതിനിടയിൽ തന്നെ കർത്താവിനെ കുറിച്ച് പറഞ്ഞ് അവരെ കർത്താവിലേക്ക് നടത്തുവാനായിട്ട് അവന് കഴിഞ്ഞു എന്നുള്ളതാണ്. But in spite of those situations, he is able to graciously deal with them, and that causes them to come to Christ. അതുകൊണ്ട് തന്നെ ഇന്ന് താൻ സമയം വന്നപ്പോൾ താൻ തന്റെ നല്ല എല്ലാ വരുമാനം ഉപേക്ഷിച്ച് താൻ ഇന്ന് കർത്താവിന്റെ വേലയിലാണ്. That is why today he has become a Lord's servant. മാത്രമല്ല ഈ നോഹ എന്ന് പറയുന്നത് അവൻ പെട്ടകം ഉണ്ടാക്കുന്നുണ്ട് എങ്കിലും നല്ല ഒരു സുവിശേഷകനായിരുന്നു കാണുവാനായിട്ട് കഴിയും. And we see here that Noah not only is he a good ark builder, he is also a preacher. 2 പത്രോസിന്റെ ലേഖനം 2-ാം അധ്യായം അതിന്റെ 5-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നത് In 2 Peter 2-ാം അധ്യായം അതിന്റെ 5-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നത് 2:5. അവിടെ നീതി പ്രസംഗിയായ നോഹ എന്നാണ് പറയുന്നത്. We see Noah as a preacher of righteousness. താൻ ഈ പെട്ടകം ഉണ്ടാക്കുന്നുണ്ട് എങ്കിലും അതിനിടയിലെല്ലാം ദൈവത്തെ കാര്യങ്ങൾ മറ്റുള്ളവരോട് അറിയിച്ചു എന്നാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. Through the task of building the ark, and he is also engaging as a preacher to the people around. പെട്ടകം ഉണ്ടാക്കുന്ന ആ തിരക്കിൽ കർത്താവിനെ ദൈവത്തെ കുറിച്ച് പറയുവാനായിട്ട് അല്ലെങ്കിൽ ദൈവത്തിന്റെ കൽപ്പന മറന്നുപോയി എന്നുള്ളതല്ല. So it is not that he has forgotten the command of God. കാരണം
പെട്ടകം ഉണ്ടാക്കുമ്പോൾ തന്നെ ആ ദൈവത്തെക്കുറിച്ച് ദൈവത്തിന്റെ കൽപ്പനയെക്കുറിച്ച് മറ്റവരോട് പറഞ്ഞുകൊണ്ടിരുന്നു എന്നുള്ളതാണ്. While he is building the ark, he is also at the same time talking about the law of God. നാം ഏതൊരു ജോലിയിലായിരുന്നാലും ഏതൊരു അവസ്ഥയിലായിരുന്നാലും ദൈവം നമുക്ക് ഒരു ഉത്തരവാദിത്വം തന്നിട്ടുണ്ട്. Whatever job that we are doing in this world, that is a task that God has given to us. നാം കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ച് മറ്റുള്ളവരോട് പറയുക എന്നുള്ളതാണ്. We have to be an evangelist for Christ. നാം ഒരു ദിവസം വലുതായിരിക്കും ദൈവത്തിന്റെ മുന്നിൽ നിൽക്കേണ്ടി വരും എന്നുള്ളതായിരിക്കുന്ന ചിന്ത എപ്പോഴും നമ്മൾ വയ്ക്കേണ്ടത് ആവശ്യമാണ്. There is a day when you will have to stand before the judgment seat of Christ. We need to remember that. കാരണം അന്ന് നമുക്ക് ദൈവത്തോട് ചില കാര്യങ്ങൾ ബോധിപ്പിക്കും, നാം അവിടെ കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. A day to give an account. എന്നാൽ അവൻ ഈ ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെ ദൈവത്തെ കുറിച്ച് പ്രസംഗിച്ചു കൊണ്ടിരുന്നു എന്നുള്ളതാണ്. While he was doing his job, he was also preaching about Christ. നാം ഏതൊരു സ്ഥലത്തായിരുന്നാലും ആ ദൈവത്തെ കുറിച്ച് നാം വിശ്വസിച്ചതായിരിക്കും ദൈവത്തെ കുറിച്ച് മറ്റുള്ളവരോട് പറയേണ്ടത് ആവശ്യമാണ്. Wherever we have been placed, we have to be faithful regarding God. നമ്മുടെ ആത്മീയ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കാം. Let us look at our spiritual lives as well. എവിടെയാണ് നമ്മുടെ ജീവിതത്തിൽ പരാജയം വന്നു പോയിട്ടുള്ളത് എന്ന് നാം ചിന്തിക്കേണ്ടത് ആവശ്യമാണ്. Where have we faced defeat in our spiritual lives? അങ്ങനെ പരാജയം വന്നു പോയിട്ടുണ്ടെങ്കിൽ നാം അത് തിരുത്തി വീണ്ടും കർത്താവിന്റെ അടുക്കിലേക്ക് വരേണ്ടത് വളരെ ആവശ്യമാണ്. If we have been defeated in certain areas, then we need to repent. ഈ നോഹയ്ക്ക് ദൈവത്തിന്റെ കൃപ ലഭിച്ചു എന്ന് പറയുന്നതിന്റെ തെളിവാണ് നാം ഇതുവരെ ചിന്തിച്ചത്. We have seen the proofs of Noah receiving grace in the sight of God. താൻ പാപത്തിൽ വീഴാതെ തന്നെ താൻ സൂക്ഷിച്ചു. He was careful not to fall in sin. തന്റെ ഭാര്യയുടെ മുന്നിൽ നല്ല ഒരു ഭർത്താവായിരുന്നു. He was an example before his wife. തന്റെ മക്കളുടെ മുന്നിൽ നല്ലൊരു പിതാവായിരുന്നു. He was a good father to his children. തന്റെ മരുമക്കളുടെ മുന്നിൽ നല്ല ഒരു അമ്മായിയപ്പനായിരുന്നു. He was a good father-in-law to his daughter-in-laws. അതുപോലെ തന്നെ തന്റെ അണ്ടറിൽ ജോലി ചെയ്തായിരിക്കുന്ന വ്യക്തികളുടെ മുന്നിൽ താൻ നല്ലൊരു വ്യക്തിയായിട്ട് ജീവിച്ചു. He was a good man who was taking care of even the workers. മാത്രമല്ല എപ്പോഴും ജോലി എന്നുള്ള രീതിയല്ല, ദൈവം തന്നെ ഏൽപ്പിച്ചായിരിക്കുന്ന കാര്യങ്ങൾ താൻ ചെയ്തു എന്നുള്ളതാണ്. He fulfilled the entire purpose that God had assigned, not just assigning one task, but he took care of all roles that he had. നാം പലപ്പോഴും നമ്മെ ഏൽപ്പിച്ചായിരിക്കുന്ന ഉത്തരവാദിത്വം നാം മറ്റുള്ളവരോട് പറയുവാനായിട്ട് നമുക്ക് കഴിയാറില്ല എന്നുള്ളതാണ്. There are moments when we are not able to fulfill the roles that are assigned to us. ദൈവം ആഗ്രഹിക്കുന്ന ജോലി എന്നത് മാത്രമല്ല, പക്ഷെ നാം ആയിരിക്കുന്ന സ്ഥലങ്ങളിൽ നമ്മുടെ ജീവിതം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തണം എന്നുള്ളതാണ്. God has not assigned us just one job. He has given us many roles. പക്ഷെ ചില വ്യക്തികൾ ഞങ്ങളുടെ ഛത്തീസ്ഗഡിലായിരിക്കുന്ന പല സ്ഥലങ്ങളിലും നാം ദൈവമക്കളാണെന്ന് പറയുവാനായിട്ട് ഭയപ്പെടുന്നതായിരിക്കുന്ന പല സാഹചര്യങ്ങളുണ്ട്. And in places where there is persecution, people might even feel afraid to say that they are a Christian. എങ്കിലും അവിടെ വളരെ സാക്ഷ്യത്തോടുകൂടി ജീവിക്കുന്നതായിരിക്കുന്ന അനേക ദൈവമക്കൾ അവിടെ ഉണ്ട്. There are people who are living good Christian lives even in those places. സഹായിക്കുമാറാകട്ടെ. May this God ഈ രീതിയിൽ പ്രിയപ്പെട്ടവരോടുകൂടെ ആയിരിക്കാനും ദൈവവചനം സംസാരിക്കുവാനും ദൈവം സാവകാശനായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. praise God for this opportunity to speak openly and in safety. പ്രത്യേകിച്ച് ഇതിന് അവസരം നന്നായിരിക്കും ഉത്തരവാദിത്തപ്പെട്ടതായിരിക്കുന്ന ദൈവങ്ങളോടും ദൈവനാമത്തിൽ നന്ദി അറിയിക്കുകയാണ്. Also praise God and give thanks for the church oversight here for the enemies of